ഗുഡ് മോർണിംഗ് ഓൾ. വേ ടു സക്സസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ആ കൺസ്യൂമർക്കുള്ള പ്രത്യേകത എന്താണെന്നുള്ളതും ആ കൺസ്യൂമർ എങ്ങനെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. എന്താണ് ഒരു കൺസ്യൂമർ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഇത് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് ഷെയർ ദ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, ഒരു പ്രോഡക്റ്റ് എങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നമുക്കറിയാം, പ്രോഡക്റ്റ് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് ഷെയർ ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളൊരു വ്യക്തിക്ക് പ്രോഡക്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പ്രോഡക്റ്റ് അല്ല നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് ഉണ്ട്. ഈ ഫീലിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സെയിൽസ് എന്ന് പറയുമ്പോൾ ഫീലിങ്സ് ട്രാൻസ്ഫർ ചെയ്യലാണെന്നുള്ളത്. ഒരു വ്യക്തിക്ക് പ്രോഡക്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നേക്കാൾ ഉപരി നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണോ അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തോന്നും. ഇപ്പോൾ ആ ഒരു പേസ്റ്റ് നമ്മൾ എടുത്തതിന് ശേഷം ആ പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവും, അതുകൊട്ടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ എനിക്കെന്ത് കാര്യമെന്ന്. പക്ഷേ ആ ഒരു പേസ്റ്റ് നമുക്ക് ഉപയോഗിച്ച സമയത്ത് നമുക്ക് കിട്ടിയ ഫീലിംഗ് എന്താണെന്നുള്ളത് നമ്മുടെ ഫ്രണ്ടിനോടോ റിലേറ്റീവ്സിനോടോ നമ്മൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പോലും ആൾ ചിന്തിക്കില്ല, അതെന്താണെന്ന് പോലും ആൾ നോക്കാൻ തയ്യാറാവില്ല. പക്ഷേ ആ ഉൽപ്പന്നം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടാവും. അത്തരത്തിൽ പ്രോഡക്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന കൺസ്യൂമേഴ്സാണ് നമ്മൾ ഈ കൺസ്യൂമർ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായി മാറുന്നത്. തീർച്ചയായിട്ടും കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. ആ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ അവിടെ ഒരു റീപർച്ചേസിങ് സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവിടെ നമുക്കൊരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇവിടെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെസ്റ്റേണിലുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ ട്രിപ്പിൾ ഇ പ്രൊഡക്റ്റുകൾ എന്നാണ് പറയുക. അതായത് ട്രിപ്പിൾ ഇ എന്നാൽ എഫക്റ്റീവ്ലി ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, എക്കണോമിക്കലി ആണ്. എഫക്റ്റീവ്ലി പറഞ്ഞാൽ നമ്മൾ എന്താണോ ആ ഒരു പ്രൊഡക്റ്റിൽ പറയുന്നത് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് ഇത് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എക്കണോമിക്കലി ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ലാഭകരമായിരിക്കും. അതായത് പ്രൈസും കോസ്റ്റും ഉണ്ട്. നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് വില കൂടുതലായിട്ട് തോന്നാം, പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുള്ള ചീപ്പ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ലാഭത്തിൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദെൻ എക്കോ ഫ്രണ്ട്ലി ആണ്, നമുക്ക് മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യനും ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചു, നമുക്ക് ആ ഉൽപ്പന്നം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നാലും ആ ഉൽപ്പന്നം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് ആ ഉൽപ്പന്നം നമുക്ക് ഉപയോഗിച്ചു, നമുക്കിത് ഒരു ഗുണവും നമുക്ക് കിട്ടിയില്ല, ഒരു റിസൾട്ടും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആലോചിച്ചുകൊണ്ട് നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മൾ പറയും അതൊരു ചീറ്റിംഗ് ആണെന്നാണ് പറയാം. കാരണം അതൊരു വഞ്ചനയാണ്. കാരണം ശരിക്കും ഒരു കൺസ്യൂമറെ വഞ്ചിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഒരു കസ്റ്റമറെ നമ്മൾ വഞ്ചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉള്ള കാര്യം തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ അതൊരു പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മളെ ആളുകളോട് ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറെ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആളുകൾ, ഈ കൺസ്യൂമർ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ വീണ്ടും വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ അവർ വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൺസ്യൂമർ കമ്മ്യൂണിറ്റി വളർത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഉൽപ്പന്നം എടുത്തു വെച്ച് അതിൻ്റെ ഗുണങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി ആ ഉൽപ്പന്നം ഉപയോഗിച്ച സമയത്ത് നമുക്ക് കിട്ടിയുള്ള ഫീലിങ്സ് എന്താണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണോ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടേണ്ടത്. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി അതിൻ്റെ ദീർഘകാല കൺസ്യൂമറായിട്ട് മാറുന്നുണ്ടാവും. അപ്പം നമ്മളൊരു ഉൽപ്പന്നത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്, അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു, ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മൾ പറയുന്ന ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹം പിന്നീട് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറാവില്ല. പക്ഷേ നമുക്ക് പറഞ്ഞ ഫീലിങ്സ്, നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അതേ റിസൾട്ട് കിട്ടിയിരിക്കാം. അപ്പോൾ അദ്ദേഹം ആ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാവും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ കൺസ്യൂമർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും ഇതിലൂടെ വലിയൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളിലേക്ക് ലക്ഷങ്ങൾ വരുമാനം എത്തുകയും ചെയ്യുന്നത്. ഓക്കെ.